ജന്മാദ്യസ്ഥേതജ്ഞാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേയം കേന്ദ്രിയത് സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കുമെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 16-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. പറയണത് എന്താ വെച്ചാൽ, സന്ദർഭം ശനകാദികൾ വൈകുണ്ഠത്തിൽ ചെന്നു, ജയവിജയന്മാർ തടഞ്ഞു. ആ തടഞ്ഞത് തെറ്റായി എന്ന് ഭഗവാൻ തന്നെ സമ്മതിച്ചുകൊണ്ട് ആ ശനകാദികളോട് പറഞ്ഞു. സ്തുതി അവിടെ ഉണ്ടായി. ആ സ്തുതിക്ക് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണോ മമ ദൈവതം. സത്യത്തിൽ അനുഷ്ഠാനമുള്ള ബ്രാഹ്മണർ എൻ്റെ ദൈവങ്ങളാണെന്നാണ് ഭഗവാൻ പറയുന്നത്. സജ്ജനങ്ങൾ എന്ന് പറയുന്ന നല്ല ധർമ്മം അനുഷ്ഠിക്കുന്നവർ ഭഗവാന്റെ ശരീരം തന്നെയാണ് എന്നാണ്. പല ദിക്കിലും ഭാഗവത്തിൽ ഉഭയലിംഗം എന്ന് പറയും. എന്താണ് ഉഭയലിംഗം? രണ്ട് ശരീരം. ഇതാ രണ്ട് ശരീരത്തെ സ്മരിക്കാൻ നമുക്ക് സാധിക്കണം മനസ്സുകൊണ്ട്. ഉഭയലിംഗം, ഉഭയൻ രണ്ട്, ലിംഗ ശരീരം. ഒന്ന് എൻ്റെ ശരീരം, ഭഗവാന്റെ തന്നെ മൂർത്തി. രണ്ടോ സജ്ജനങ്ങൾ, അവരാണ് ബ്രാഹ്മണർ. അപ്പോൾ ആ ബ്രാഹ്മണമായിട്ട് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, ഏ ബ്രാഹ്മണാൻ മയി ദിയാ ക്ഷിപതോർച്ചയന്ത തുഷ്യത്രത മിതസുദോക്ഷിത പത്മവക്ത്രാഹ വാണ്യാനുരാഗകലയാത്മജവത് ഗൃണന്ത സംബോധയന്ത്യഹം ഇവാഹം ഉപാഹൃതസ്ഥൈ. ക്ഷിപത അധിക്ഷേപിക്കുന്ന ബ്രാഹ്മണൻ, ബ്രാഹ്മണരെ. ഏ യാതൊരുത്തർ മയി ദിയ എന്നിൽ വെച്ച ബുദ്ധിയോടുകൂടെ തുഷ്യതൃത സന്തോഷിച്ച ഹൃദയത്തോടു കൂടിയവരും മിതസുതേക്ഷിത പത്മവക്ത്രാഹ അമൃതതുല്യമായിട്ടുള്ള മുഖപത്മത്തോടു കൂടിയവരായിട്ട് അനുരാഗകലയ അനുരാഗത്തെ സൂചിപ്പിക്കുന്ന വാണ്യ വാക്കുകൊണ്ട്, വാണി വാക്ക്, അഹം ഇവ ഞാൻ എന്ന പോലെ, ആത്മജവത് പുത്രന്മാരെ പോലെ, ഗൃണന്ത പറയുന്നവരായിട്ടും, അർച്ചയന്ത പൂജിക്കുന്നവരായിട്ടും, സംബോധയന്ത സംഭാഷണം ചെയ്യുന്നവരായിട്ടും ഇരിക്കുന്നുവോ. തൈ അവരെ അഹം ഞാൻ ഉപാഹൃത വശീകരിക്കപ്പെട്ടു. ആ ശ്ലോകമൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ പോരാ, പിന്നെന്താ വേണ്ടത്? ജീവിതത്തിൽ പകർത്താനുണ്ട് അതിലൊക്കെ. ഇവിടെ എന്താ പറയണത് വെച്ചാൽ, ഈശ്വരൻ സത്യത്തിൽ സന്തോഷിക്കുന്നത് ഈശ്വരനെ പൂജിക്കുന്നത് കൊണ്ട് പോലും അല്ല എന്നാണ്. ഒരു വിഗ്രഹത്തിന് ഒരിക്കലും നമുക്ക് വെളിച്ചം തരാൻ കഴിയില്ല. ഉറപ്പിച്ച് പറയാം, ഞാനൊന്നുമല്ല, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ. ഒരു വിഗ്രഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നത്തിങ്. പക്ഷെ ഒരു ഗുരുനാഥന് ഒരുപാട് വെളിച്ചം നമുക്ക് തരാൻ കഴിയില്ലേ? ഈ വെളിച്ചം എങ്ങനെ വിഗ്രഹത്തിന് തരാൻ കഴിയും? ഭഗവാനടക്കം തരാൻ കഴിയില്ല. കാരണം ഭഗവാൻ നേരിട്ട് വന്ന് സംസാരിച്ചതായിട്ട് നമുക്ക് അധിക അനുഭവമില്ല. ഉണ്ടോ? എപ്പോഴെങ്കിലും ഒരു ബുദ്ധനോ ഒരു പരമഹംസർക്കോ ഒരു സിദ്ധി കിട്ടിയിട്ടുണ്ടാവാം. എല്ലാവർക്കും ഈശ്വരൻ നേരിട്ട് ഒരു വെളിപാടും കൊടുക്കാറില്ല. സത്യം. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ വെളിച്ചം കിട്ടുന്നത്, ജ്ഞാനമാകുന്ന വെളിച്ചമോ രണ്ടക്ഷരമോ കിട്ടുന്നത് ദൈവത്തിൽ നിന്നല്ല, ഒരിക്കലുമല്ല. മഹാന്മാർ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നും മഹാന്മാരുടെ വാക്കുകളിൽ നിന്നും ആണ്. അതുകൊണ്ടാണ് ഗുരുപരമ്പരയ്ക്കും ഗുരുവന്ദനത്തിനും ഗുരുവിൻ്റെ അനുഗ്രഹത്തിനും ഇത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ കാരണവും നമ്മുടെ മതത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റും ഒക്കെ അമ്പലത്തിലേക്ക് ഓടുക നേരം വിളിച്ചായ.
എന്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട്? യാതൊന്നും കിട്ടണില്ല. ഞാൻ പറയാം, ഈശ്വരൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്കറിയുന്നത് ഗുരുവിൽ നിന്നാണ്, ഈശ്വരനിൽ നിന്നല്ല. ഈ സത്യം മനസ്സിലാക്കുന്നില്ല. അറിയാനോ ഈശ്വരനോട് കൂടി നേരിട്ട് അടുക്കാനോ ശ്രമിക്കുന്നില്ല. വിഗ്രഹത്തിലാണ് ഈശ്വരൻ എന്ന് തെറ്റിദ്ധരിച്ച് പൂജാദികൾ ചെയ്ത് താൽക്കാലിക കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുത്ത് ആത്മീയത്തെ തരം താഴ്ത്തുന്നു. ഇത് പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ കാലത്ത്. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെതാണ്, ഏ ബ്രാഹ്മണാൻ മൈധിയ ക്ഷിപതോ അർച്ചയന്ത്യ. നിങ്ങൾ എന്നെ എന്ന ഭാവത്തിൽ ബ്രാഹ്മണരെയോ സജ്ജനങ്ങളെയോ ബഹുമാനിക്കിൻ. അവരുടെ മുമ്പിൽ നമസ്കരിക്കാൻ മടിച്ചിട്ട് എന്നെ നമസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ഭഗവാൻ പറയണം. അവരെ നമസ്കരിക്കൂ. തുഷ്യത്രിതസ്മിത സുതോക്ഷിത പത്മവക്ത്ര. അമൃതതുല്യമായിട്ടുള്ള വാക്കുകൾ പറയുന്ന അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കുക, അവരോട് സംശയം ചോദിക്കുക, അവരോട് സംശയം തീർക്കുക. ഇത് ചെയ്യാതെ വാണ്യാനുരാഗകലയ ആത്മജവാത് ഗൃണന്ത. മനോഹരമായിട്ടുള്ള അമൃതതുല്യമായിട്ടുള്ള വാക്കുകൾ അവരിൽ നിന്ന് കേൾക്കാതെ എന്നെ ഭജിച്ചിട്ട് കാര്യമില്ല. കേട്ടാലോ അത് തന്നെയാണ് എന്നെ ഭജനം. സംബോധയന്ത്യഹം. അവർ ഞാനാണ് എന്നാണ് വിചാരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരാണ് ഞാൻ. ആ സജ്ജനങ്ങളും ഗുരുനാഥന്മാരുമാണ് കുട്ടികളെ ഞാൻ, അല്ലാണ്ട് ഞാനല്ല ഞാൻ. സംബോധയന്ത്യഹം ഇവാഹം ഉപാഹൃതസ്മൈ. ആ സജ്ജനങ്ങൾ, അതാണ് ദേവി ഭാഗവതത്തിൽ പ്രത്യേകിച്ച് പറയും. ഈശ്വരൻ നമ്മളോട് എന്തെങ്കിലും കാരണവശാൽ പിണങ്ങിയെന്ന് കൂട്ടുക, ഈശ്വരാധീനക്കുറവ്, ദൈവ കോപം എന്നൊക്കെ പറയുന്നത് ഉണ്ടെങ്കിൽ അത് ഗുരു വിചാരിച്ചാൽ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന പറയണം. നല്ലൊരു സാധകൻ, അനുഭവത്തനായിട്ടുള്ളൊരു സാധകന് അതില്ലാണ്ടാക്കാൻ പറ്റും. നല്ല മന്ത്രം ഉപദേശിച്ചാണ്ട് ചെല്ലിക്കോളാൻ പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ പറയേണ്ടത് ഗുരുവിൻ്റെ മനസ്താപം ദൈവം ഇടപെടില്ല എന്നാണ്. ഗുരുവിൻ്റെ മനസ്താപത്തിൽ ദൈവത്തിന് സാധിക്കുമെങ്കിലും ദൈവം അതിലിടപെടില്ല. ദൈവഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറയണു, ഞാനതിലിടപെടില്ല, നിങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് തന്നെ പോവൂ, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നാണ് പറയണത്. അത്ര പ്രാധാന്യമാണ് ഈ മനുഷ്യനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അതിന് പഠിക്കാതെ ദൈവം എന്നൊരു സങ്കല്പം തന്നെ ഇല്ല. സത്യമാണ് പറയുകയാണെന്ന് വെച്ചാൽ. കാരണം അവരിൽ കൂടിയല്ലേ നമ്മൾ ഈശ്വരനിലെത്തണം. നമ്മളെങ്ങനെ ഈശ്വരനെ അറിയണത് ആലോചിച്ച് നോക്കൂ. ഒരു ജനിച്ച കുട്ടിക്ക് ഈശ്വരനെ കുറിച്ചൊന്നും അറിയില്ല അധികപക്ഷവും. ഒന്നെങ്കിലും അച്ഛൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആ കുട്ടി തികച്ചും നിരീശ്വരവാദിയാവും ഇല്ലേ. അപ്പോൾ ആ എന്തെങ്കിലും അറിവ് നമുക്ക് കിട്ടണത് മഹാന്മാരിൽ നിന്നും മനുഷ്യരിൽ നിന്നുമാണ്. ദൈവത്തിൽ നിന്ന് നേരിട്ട് വട്ടപൂജ്യം ഒന്നും കിട്ടുന്നില്ല. ഇതാണ് ഇവിടെ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമാണത്. പറയാൻ പഠിച്ചിട്ടോ കേട്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ പോലും കാര്യമില്ല. തന്മേ സ്വഭർത്തൊരവസായം അലക്ഷമാണോ യുഷ്മത് വ്യതിക്രമഗതിം പ്രതിപത്യ സദ്യ ഭൂയോ മമാന്തികമിതാം തദനുഗ്രഹോ മേ യൽ കൽപ്പതാം അചിരതോ ഹൃദയോർ വിവാസ. ഭാഗവതവും ഗീതയൊക്കെ നല്ലോണം അനുഷ്ഠിക്കേണ്ടതാണ്. പഠിക്കേണ്ടത് പോരാ, മനസ്സിലാക്കേണ്ടത് പോരാ, അത് രണ്ടും വേണം. പ്ലസ് അനുഷ്ഠാനം. അതാണ് ഒരു പ്രത്യേകം പഠിക്കണത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത. എന്താണ് ക്ഷേത്രം? കൊടിമരവും ശ്രീകോവിലും മറ്റുമുള്ള ഒരു സെറ്റപ്പ് മാത്രമല്ല ക്ഷേത്രം. ഈ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ്. അതിനെ കാണാൻ പഠിക്കാൻ ഒരു തട്ട് അത്രയുള്ളൂ ക്ഷേത്രം. സ്കൂള് പോകണില്ലേ? സ്കൂളാണോ ജീവിതം? അല്ല, അവിടുന്ന് പഠിച്ചത് പഠിക്കാനാണ് സ്കൂള്, അത്രയേ ഉള്ളൂ. അതുപോലൊരു പഠന കേന്ദ്രം എന്നോ എന്താ പറയേണ്ടതെന്ന് ശരിയ, ഒരു അഭ്യസിക്കാനുള്ള ഒരു കേന്ദ്രം അത്രയേ ഉള്ളൂ. പണ്ട് അവിടെ ധാരാളം അഭ്യാസങ്ങളുണ്ടായിരുന്നു. വേദാധ്യയനവും മറ്റും ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് അതൊന്നും അധിക ക്ഷേത്രത്തിൻ്റെയും ഭാഗമല്ല. ഉത്സവവും കോപ്പും കാര്യങ്ങളും വഴിപാടുകളും കാശ് പിരിക്കാനുള്ള കേന്ദ്രങ്ങളും മാത്രമല്ലേ അധികവും ക്ഷേത്രങ്ങളും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും
മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ കുഴപ്പമില്ല, അതെങ്ങനെയോ പോട്ടെ, നമുക്കത് നമ്മുടെ വിഷയമൊന്നുമല്ല. തസ്മേ സ്വഭർത്തുരവസായം അലക്ഷ്യമാണോ, അതുകൊണ്ട് സ്വഭർത്തു സജ്ജനങ്ങളുടെ സ്വാമിയായ എൻ്റെ, അവരുടെ യജമാനനായിരിക്കുന്ന എൻ്റെ അവസായം നിശ്ചയത്തെ, അവസായം എന്ന് പറഞ്ഞാൽ നിശ്ചയം, തീരുമാനം, അലക്ഷ്യമാണോ, അറിയാത്തവരായിട്ട്, കണ്ടോ, അറിയാത്തവരായിട്ട് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നൊരിക്കലും അറിയാതെ ഇവർ തെറ്റ് ചെയ്യുന്നു കുറേ ആൾക്കാർ. യുഷ്മത് വ്യതിക്രമഗതിം, ഇവിടെ എന്ത് ചെയ്തു ജയവിജയന്മാർ? മഹാജ്ഞാനികളായിട്ടുള്ള നിങ്ങളെ അപമാനിച്ചു, വെടിവെച്ച് തടുത്തു, ശപിച്ചു, അല്ലേ? ഭഗവാൻ അതിനെ ശരിവെച്ചു എന്നാണ് പറഞ്ഞാൽ കഥയായി. അത്രയായാലും കഥയായി. പക്ഷെ അതല്ല കഥകളുടെ ഉദ്ദേശം. ഒരിക്കലും കഥയ്ക്ക് വേണ്ടിയേ അല്ല പുരാണത്തിൽ. ഒക്കെ കഥായിമാസ്തേ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ. വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനാണ് കഥ. വെറുതെ കഥ കേട്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. ഈശ്വര കഥ ഇപ്പം എങ്ങനെ കേട്ടാലും നന്നെന്നൊരു വാദമുണ്ട്. പക്ഷെ അത് പോരല്ലോ, അത് പോരാ. അത് നന്നായിട്ടും ശ്രദ്ധിച്ചിട്ടും കേൾക്കുമ്പോൾ ഇരട്ടി ഗുണമുണ്ട്. നല്ല നല്ല മരുന്നുകളിൽ ശക്തമായിട്ടുള്ള ഗുളിക ചേർത്ത് കഴിച്ചാലോ അധികം ബലം ഉണ്ടാവും, ഇല്ലേ? ചില മരുന്നൊക്കെ അങ്ങനെയാണ്, വെറുതെ കഴിച്ചാലും ബലം ഉണ്ടാവും, വെറുതെ നിങ്ങൾ കഴിച്ചാലും ബലം ഉണ്ടാവും. പക്ഷേ അതിൽ വൈദ്യൻ പറയും ഈ ഗുളികയും കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ, ഒന്നും കൂടി അങ്ങോട്ട് എഫക്റ്റ് ആവുന്ന എന്ന പോലെയാണ്. അർത്ഥത്തോടു കൂടി ചിന്തിച്ചിട്ട് കഥകൾ എങ്ങനെ കേട്ടാലും ബലം ഉണ്ടെങ്കിലും അർത്ഥചിന്തയോടുകൂടി കേട്ടാൽ ഗുളിക ചേർത്ത് മരുന്ന് കഴിച്ച പോലെയാവും. ഒന്നും കൂടി അതങ്ങോട്ട് ഏൽക്കുക എന്ന് പറയുമല്ലോ, അതാണ് അവിടെ പറഞ്ഞത്. അപ്പം എൻ്റെ ആ ഒരു തീരുമാനത്തെ, നിശ്ചയത്തെ, അഭിപ്രായത്തെ, എൻ്റെ യഥാർത്ഥ ഭാവത്തെ അറിയാതെ കണ്ട് ഈ ജയവിജയന്മാരെന്ത് ചെയ്തു? നിങ്ങളെ അപമാനിച്ചു. അത് ക്ഷന്തവ്യമല്ല. ഭൂയ മമാന്തികം ഇതാം, സാരില്ല, അതിപ്പോൾ അവരനുഭവിക്കട്ടെ. തൽക്കാലം ആ ശാപം ഞാൻ ഇല്ലാണ്ടാക്കില്ല, എനിക്കതിന് പറ്റില്ല. അവരുടെ ശാപമാണ്, നിങ്ങളുടെ ശാപമാണ് ശരി, അത് നടക്കട്ടെ. എന്നിട്ട് പശ്ചാത്താപം പറ്റി അവരുടെ തെറ്റ് തിരുത്തിയിട്ട് അവരിവിടെ തന്നെ വന്നോട്ടെ. സ്ഥിരമായിട്ട് അവരെ ശിക്ഷിക്കണമൊന്നുമില്ല. പക്ഷേ ലേശം 3 മാസത്തെ സസ്പെൻഷൻ അനുഭവിക്കാണ്ട് നിവൃത്തിയില്ല. ഡിസ്മിസൽ ഒഴിവാക്കാം, ഇവിടെ തിരിച്ചെടുക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. കാരണം അവർക്ക് പശ്ചാത്താപം തോന്നിയത്. ഭൃതയോ, ഭൃത്യന്മാരുടെ വിയോഗം അചിരത, കാലതാമസം കൂടാതെ ഞാൻ ആക്കിക്കോളാം. എൻ്റെ ഭൃത്യന്മാരാണവർ, എനിക്ക് അവരോട് സ്നേഹമൊക്കെ ഉണ്ട്, എന്നെ സേവിച്ചവരല്ലേ. പക്ഷേ തെറ്റ് ചെയ്തത് അനുഭവിക്കണം. എൻ്റെ കയ്യാണെങ്കിലും ഞാൻ മുറിക്കുന്ന ഭഗവാൻ പറഞ്ഞ്. സ്വജനങ്ങളെ, തൻ്റെ പാർട്ടിക്കാരെ രക്ഷിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയമല്ല ഭഗവാൻ്റെ. ഊക്കിക്കൊന്നാലും വേണ്ടില്ല, മുക്കിക്കൊന്നാലും വേണ്ടില്ല, വെട്ടിക്കൊന്നാലും വേണ്ടില്ല, ഞങ്ങൾ സംരക്ഷിക്കും. അത് ഭഗവാന്റെ അടുത്ത് പറ്റില്ല. ചിന്തയാം സുബാഹും, എൻ്റെ കൈയാണെങ്കിലും തെറ്റ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ, കൈ മുറിക്കുക, കാല് മുറിക്കുകയൊക്കെ ചെയ്യണു. എന്തിനാ? അത് ശരീരത്തെ രക്ഷിക്കാൻ. അത് ഞാൻ ചെയ്തിരിക്കും. തത്തനുഗ്രഹം, അപ്പം അത് ഈ അനുഗ്രഹം നിങ്ങൾ എന്നിൽ പ്രകാശിപ്പിക്കണമെന്ന് ഭഗവാനാ പറയണത്. ആരോട്? നല്ല ധർമ്മം അനുഷ്ഠിക്കുന്ന തനകാദികളോടെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സജ്ജനങ്ങളുടെ ആ ഒരു മാഹാത്മ്യം ഭഗവാൻ അവരോട് അപേക്ഷിക്കുകയാണ്. തന്മേത്ത് ഭർത്തരവസായമലക്ഷമാണോ ഉഷ്മത് വ്യതിക്രമഗതിം പ്രതിപത്യ സദ്യ. വേഗം അവർ സദ്യ വേഗം ഇവിടെ തന്നെ വരട്ടെ. ഭൂയോ മമാന്തികമിതാം, എൻ്റെ അടുത്ത് തന്നെ അവർ വരട്ടെ, ഞാനവരെ ഉപേക്ഷിക്കണമൊന്നുമില്ല. തൽക്കാലം ആ ശിക്ഷ അവരനുഭവിച്ചേ തീരൂ. നിങ്ങൾ ശപിച്ചതിനെ ഞാൻ ഒരിക്കലും തിരിച്ചെടുക്കില്ല. തദനുഗ്രഹോമേ, എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് ഭഗവാനെ. അപ്പോൾ സജ്ജനങ്ങളോട് അത്രയധികം ഭഗവാൻ വിധേയപ്പെട്ടിട്ടാണ് നിൽക്കണത്. എത്രയോ തപസ് ചെയ്തിട്ടുള്ള ദുർവാസാവ് അല്ലേ, ആ ചക്രം പിന്നാലെ വന്നപ്പോൾ അംബരീഷൻ്റെ കാക്കൽ നമസ്കരിക്കേണ്ടി വന്നു. നമസ്കരിപ്പിച്ചു ഭഗവാൻ. എവിടെ ഇല്ല നമസ്കരിക്കേണ്ട, അവിടെ പോ. എൻ്റെ കാക്കൽ നമസ്കരിച്ചാൽ നിനക്ക് മാപ്പില്ല. ആ ഭക്തൻ്റെ മനസ്സിനെ ഉപദ്രവിച്ചില്ലേ, അതിൻ്റെ നേരെ ഒരു കൃത്തികയെ അയക്കാൻ നീ ആയിട്ടില്ല. നീ എത്ര തപസ് ചെയ്തിട്ടും കാര്യമില്ല. പോയിട്ട് അവിടെ ആ അംബരീഷപദമേവ ഭജയതി ഭൂമൻ, ആ അംബരീഷിനെ പോയിട്ട് നമസ്കരിച്ചിട്ട് നീ മാപ്പ് പറയേ. ഞാൻ മാപ്പ് തരില്ല, എൻ്റെ കയ്യിൽ മാപ്പില്ല.
ഭഗവാൻ വിട്ടു ദുർവാസാവിനെ. യത് കൽപ്പതാം അചിരതോ ഹൃദയോർ വിവാസ ബ്രഹ്മോവാച അതത്തസ്യോഷധീം ദേവീം ഋഷികുല്യാം സരസ്വതീം നാസ്വാദ്യമന്യോർദ്ദഷ്ടാനാം തേഷാം ആത്മ്യാപ്യതൃപ്യത. ഈ നരനാരായണന്മാരെ നമസ്കരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം മനുഷ്യനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. ഇതാണ് മാതാ പിതാ ഗുരു ദൈവം. ലാസ്റ്റിലാണ് ദൈവത്തെ വെച്ചത്. നോക്കൂ, മാതാവും പിതാവും ഗുരുജനങ്ങളും കഴിഞ്ഞിട്ടേ ഈശ്വരനുള്ളൂ. ദൈവം മാതാപിതാ എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞൂടെ? പക്ഷെ അതങ്ങനെയല്ല പറഞ്ഞത്. നാലാമത്തെ ദൈവം വരുന്നുള്ളൂ. മനുഷ്യനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും വേദനിപ്പിക്കാതെ ഇരിക്കാനും പഠിക്കാത്തവന് ഒരു ദൈവ അനുഗ്രഹവും ഗുരുത്വവും ഉണ്ടാവില്ല. അതത്തസ്യോഷധീം ദേവീം ഋഷികുല്യാം സരസ്വതീം ആസ്വാദ്യമൻ ഈ ഋഷധീം മനോഹരവും ദേവി പ്രകാശിപ്പിക്കുന്നതും ഋഷികുല്യാം മന്ത്രതുല്യയും ആയ തസ്യ സരസ്വതിയും ഭഗവാന്റെ വാക്കിനെ, നല്ല വാക്കാണ് ഭഗവാന്റെ, ആസ്വദിച്ചിട്ട് അവർക്ക് വളരെ സന്തോഷമായി. എത്ര യുക്തിയുക്തമാണ് മനുഷ്യനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഭഗവാൻ പറഞ്ഞത്. ഈ ലോകം എത്ര സുന്ദരാവും അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ഓർത്തിട്ടാവാം അവർക്ക് സന്തോഷമായത്. ഇത്രയും അമൃതതുല്യമായിട്ടുള്ള ഭഗവാന്റെ വാക്കുകളെ കേട്ടിട്ട് അഥ തസ്യ ഉഷധീം ദേവീം ഋഷികുല്യാം സരസ്വതിയും, സരസ്വതി ഒന്നും ഇല്ല കേട്ടോ, അവിടെ വാക്കാണ്. സരസ്വതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവിടെ വാക്കായ സരസ്വതി, സരസ്വതിയായ വാക്ക് എന്നൊക്കെ തിരിച്ചും മറിച്ചും പറയില്ലേ, ആ വാക്കിനെ കേട്ടിട്ട് സന്തോഷമായി. ഇങ്ങനെ തന്നെയാണ് ഈശ്വരന്മാർ പറയേണ്ടത്. നാ സ്വാദ്യമന്യോർദ്ദഷ്ടാനാന്തേഷാം ക്രോധം അവരുടെ തന്നെ പോയി. തേഷാം അവരുടെ മനസ്സ് ക്രോധവേഗത്തോടു കൂടിയവരാണെങ്കിലും ആ ക്രോധം അങ്ങോട്ട് ഒതുങ്ങി. ഭഗവാന്റെ വാക്കിൻ്റെയും മഹാന്മാരുടെ വാക്കിൻ്റെയും ഒരു പ്രത്യേകത അങ്ങനെ. എത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചോട്ടെ, ഇങ്ങോട്ട് വരൂ കുട്ടി, ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞാൽ ആ ദേഷ്യമൊക്കെ ആയിട്ട് പോവും. ഇല്ലേ? ചില ആൾക്കാർ അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ എന്താ അവിടെ എന്നാണ് ചോദിച്ചാൽ മതി. അവരോട് വന്നാൽ തന്നെ എന്താ അവിടെ എന്നൊരു ചോദ്യം കൊണ്ട് ആ ദേഷ്യമൊക്കെ ആയിട്ട് തണുക്കും. അത് അവരുടെ ഒരു വ്യക്തിത്വമാണ്. അവരെ ഭഗവാൻ പറഞ്ഞപ്പോൾ ഇവരുടെ ദേഷ്യമെല്ലാം ഒതുങ്ങി. ജയവിജയന്മാരെ ശപിക്കേണ്ടിയിരുന്നില്ല എന്നടക്കം അവർക്ക് തോന്നി. പക്ഷെ നിവൃത്തിയില്ലല്ലോ, ശാപം നാവൊന്ന് വിട്ട് കഴിഞ്ഞില്ലേ. സതിം യാദാശുണ്ണന്തോ ലഗ്ഗീം കുർവർത്തകരാമികാഖ്യാഗാധ ഗംഭീരാം ന വിദു തത് ചികീർഷിതാം സതീം. നല്ലത്, സതി എന്ന് പറഞ്ഞാൽ നല്ലവൾ. സ്ത്രീയെ ചേർത്ത് പറയുമ്പോൾ നല്ലവൾ എന്നാണ് സതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സൽ സ്വഭാവി. ലഗ്വീം ഇവിടെ നിർദോഷം, സ്ത്രീ ഇല്ലല്ലോ ഇവിടെ. ഇപ്പം നിർദോഷമായതും നപുംസക വാക്കാണ്. നിർദോഷമായതും. ലഗ്വീം അധികം വിസ്തൃതമല്ലാത്തതും. ഈ ഒരാൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ 1 മണിക്കൂർ അങ്ങോട്ട് ആദ്യം തന്നെ പറയരുത് എന്നാണ്. ഏറ്റവും ചുരുക്കം വാക്കിൽ പറഞ്ഞു കൊടുക്കുക. ഇവളോട് ചോദിച്ച തന്നെ ബുദ്ധിമുട്ടായി എന്ന് തോന്നത്തക്ക വിധം ചിലർക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അങ്ങോട്ട് തുടങ്ങും. അതൊന്നും അരുത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം ഒതുക്കുന്നതൊരു കഴിവാണ്. ചിലർക്ക് അതിന് കഴിയൂ. വളരെ വേണ്ട വാക്ക് വേണ്ട പോലെ അങ്ങോട്ട് വെച്ചാൽ അധികം വാക്ക് വേണ്ടി വരില്ല. ലഘുവീം അല്പമായ വാക്കുകൾ. ഗുരുവർത്തഗക്വരാം ഗുരുക്കളായ അർത്ഥങ്ങളെ കൊണ്ട് ധരിപ്പാൻ പ്രയാസമുള്ളതും. എന്നാലോ ഗംഭീര വാക്കുകളാണ് ഭഗവാന്റെ. അത്തവേഗം മനസ്സിലാവില്ല എന്നല്ല, മനസ്സിലായാലും അനുഷ്ഠിക്കാൻ വിഷമമുള്ളതാണ്. അതാണ് ഗർവീം ഗഹ്വരാം എന്നൊക്കെ പറഞ്ഞത്. ആഴമുള്ള വാക്കുകളാണ് എന്നർത്ഥം. അതാ അഗാധ ഗംഭീരാം വീണ്ടും വർണ്ണിച്ചു. അഭിപ്രായ ശ്രേഷ്ഠ്യ നിമിത്തം ഗംഭീരമായ അഗാധ ഗംഭീരാം. വ്യാതായ കർണപുടങ്ങളെ വിസ്തരിച്ചിട്ട് ആ ചെവിയിൽ കേട്ടിട്ട് ഉൾക്കൊണ്ടിട്ട്. വിഗാഹ്യ ഉള്ളിൽ കടത്തിയിട്ട് നല്ലപോലെ ചിന്തിച്ചൊരു ശ്രവണം, മനനം, നിധിധ്യാസം. ഈ 3 ഘട്ടങ്ങളിൽ കൂടിയിട്ടാണ് ആത്മീയം ഉറയ്ക്കുന്നത്. കേട്ടാൽ പോരാ, മനനം ചെയ്യണം. എന്തൊക്കെയാ ആ പറഞ്ഞത്? മനനം ചെയ്ത് അതിൻ്റെ ആന്തരാർത്ഥം കണ്ടെത്തണം. ആ പറഞ്ഞത് അതേപോലെ മനസ്സിലാക്കുക പോരാ,
അതിലൊരു സ്റ്റെപ്പും കൂടി അധികം മനസ്സിലാക്കുന്ന ശിഷ്യൻ ഉത്തമൻ, ഒന്നും മനസ്സിലാക്കാത്തവൻ അധമൻ, പറഞ്ഞത് അതേപടി കേൾക്കുന്നവൻ മധ്യമൻ എന്നൊരു ഭാവമുണ്ട്. അതൊക്കെ കുഴപ്പമില്ല. ഗുരു എന്തേ പറഞ്ഞാൽ അത് അതേപടി ഒരു സ്റ്റെപ്പും കൂടി അതിനെ കടത്തി വെട്ടുന്ന ശിഷ്യനാണ് അത്രേ ഉത്തമൻ. അപ്പം നമ്മുടെ ശാസ്ത്രത്തിൽ ഗുരുവിനെ ഒരിക്കലും അതിക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപമാനിക്കരുത്, വേദനിപ്പിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിവുണ്ടാവും വിചാരിച്ചിട്ട് ഗുരുവിനെ താഴ്ത്തി കെട്ടരുത്. പക്ഷെ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് അധികം പോയത് ഒരു തെറ്റൊന്നുമല്ല. അങ്ങനെ ലോകത്തിൽ പലതും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ നല്ല ഗുരുനാഥന്മാരെ അംഗീകരിക്കുക ചെയ്യുക. മിട്ടുക്കൻ അവൻ തന്നെ എൻ്റെ ശിഷ്യൻ എന്ന് പറയും അല്ലേ, അപ്പോൾ അഭിമാനാണ് ഗുരുവിന്. അപ്പോൾ ശുണ്ണു എന്താ, അത് ശ്രവിച്ചിട്ട് തച്ചികീഷിതം അവൻ്റെ ന വിധു അറിഞ്ഞില്ല. ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് മതി വന്നില്ല. ചുരുക്കം അത്ര നല്ല വാക്കുകൾ കേട്ടാൽ ആർക്കാ മതിയാവുക അല്ലേ? ശ്രദ്ധിച്ച് മനസ്സിലാക്കി സപ്താഹം കേൾക്കുന്നവർക്ക് കഴിയുമ്പോൾ സങ്കടം ഉണ്ടാവുക. നാളെ കഴിയുകയില്ലേ, 6 ദിവസം കഴിയുമ്പോഴേ നമുക്ക് കുട്ടിക്കാലത്ത് തോന്നിയിരുന്നു, ഈശ്വര നാളെ ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ എന്താ ഇവിടെ ഉണ്ടാവുക? വിഗ്രഹം ഉണ്ടാവും, മണിയടി ഉണ്ടാവും, വേറെ ഒന്നുമില്ല, ഭാഗവതം നിന്നില്ലേ. അപ്പോൾ എത്ര 7 ദിവസം കേട്ടിട്ട് മതിയായില്ല, 70 മണിക്കൂറോളം വന്നിട്ട് കേട്ടില്ല മതിയായില്ല. അപ്പോൾ ഭഗവാന്റെ ഈ 4 വാക്ക് കേട്ടാൽ ആർക്കാ മതിയാവുക? സതിം വ്യാജായ ചിണ്ണന്തോലയ്ക്കും കുറുവർത്തകരാം. വിലപ്പെട്ട ഈ വാക്കുകൾ വളരെ കുറച്ചേ കേട്ടുള്ളൂ. ഉണ്ടായിട്ടും വികാഹ്യ അഗാധ ഗംഭീരാം, അഗാധമായിട്ടുള്ളതും ഗഹനമായിട്ടുള്ളതും ആയത് കേട്ടിട്ട് അവർക്ക് തൃപ്തി വന്നില്ല. ന വിദുത്തച്ചികീഷിതാം തേ യോഗമായാരബ്ധപാരമേഷ്ട്യമഹോദയം പ്രോജുപ്രാഞ്ജലയോ വിപ്ര പ്രകൃഷ്ടാക്ഷുപിതത്വച. യോഗമായയാ, യോഗരൂപിണിയായിട്ടുള്ള മായയാൽ ആരബ്ധ പാരമേട്യ മഹോദയം, ആരംഭിക്കപ്പെട്ട പാരമേട്യത്തിൻ്റെ മഹോദയത്തോടു കൂടിയവരെ, തേ ദൃഷ്ടുവ അവർ കണ്ടിട്ട്, പാരമേട്യത്തിൻ്റെ മഹോദയം ഈശ്വര ദർശനം, അത് കണ്ടിട്ട് പ്രാഞ്ജലയ അഞ്ജലീബന്ധം ചെയ്തവരും, ഭഗവാന്റെ മുമ്പിലെത്തിയ 2 കൈയും കൂപ്പണം, ക്ഷുഭിതത്വജ ക്ഷോഭിച്ചിരിക്കുന്നവരുടെ തൊക്കോടു കൂടിയവരും, പ്രകൃഷ്ട ഏറ്റവും സന്തോഷിച്ചവരുമായിട്ട് പറഞ്ഞു. ഭഗവാന്റെ ആജ്ഞയെ ഓരോരോ സ്റ്റെപ്പും വിടാതെ അനുസരിക്കുന്നവരായ അവർ ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പം അവരെന്ത് ചെയ്തു? രോമാഞ്ചം വഹിച്ചു. ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ടേ രോമാഞ്ചത്തോടുകൂടി ആ സനകാദികൾ ഭഗവാനെ 2 കൈയും കൂപ്പി നമസ്കരിച്ചു. തേ യോഗമായാരബ്ധപാരമേഷ്ട്യ മഹോദയം. അവരെന്തിനാ വന്നിരിക്കണം? വിഗ്രഹം കാണാനല്ല, ആ അമ്പലത്തിലേക്കുമല്ല, അവർ വൈകുണ്ഠത്തിൽ സാക്ഷാൽ ഈശ്വരനെ കാണാനാണ് വന്നിരിക്കണം. യോഗമായ മഹോദയം, പാരമേഷ്ട്യ മഹോദയം, ഐശ്വര്യത്തിൻ്റെ പരമ ഉറവിടം ഈശ്വരനാണ്, വൈകുണ്ഠമാണ്. അങ്ങനെയുള്ളവർ ഭഗവാനോട് എന്ത് പറഞ്ഞു? ഋഷയ ഊജു ന വയം ഭഗവൻ വിട്മത്തവദേവച്ചികീഷിതം കൃതോ മേ അനുഗ്രഹച്ഛേദിയദത്യക്ഷപ്രഭാഷത്തെ. അവരെന്താ പറയണത്? നേരെ തിരിച്ചാ, എനിക്ക് അനുഗ്രഹം ചെയ്യപ്പെട്ടു എന്ന് സ്വാമി പറയുന്ന എന്തിനെ? ഭഗവാനെ അങ്ങേക്ക് ഞങ്ങളുടെ അനുഗ്രഹമോ? അതെന്തിനാ? അത് ഞങ്ങൾ സദാ അങ്ങേ അനുഗ്രഹം നേടാനല്ലേ സാധനകൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ അങ്ങ് പറയണു ഞങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കണം. അതാണ് ഭഗവാന്റെ വിനയം. ഭഗവാൻ ദേവ, ഐശ്വര്യപൂർണനായിട്ടുള്ള ദേവ, സർവശക്തിയോട് കൂടിയിട്ടുള്ള ദേവ, ഞങ്ങളെന്തിനാണ് അങ്ങയെ അനുഗ്രഹിക്കണം? അങ്ങ് ഞങ്ങളെയല്ലേ അനുഗ്രഹിക്കേണ്ടത്? തവ ചികീഷിതം, അങ്ങയുടെ ഇച്ഛ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എന്ത് അനുഗ്രഹമാണ് അങ്ങേക്ക് തരേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തിനാണ് അങ്ങേക്ക് വേറൊരാളുടെ അനുഗ്രഹം? സർവൈശ്വര്യ പരിപൂർണനായിട്ടുള്ള അവിടത്തേക്ക് അനുഗ്രഹം കൊടുക്കുകയല്ലാതെ അനുഗ്രഹം മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഋഷികൾ ചോദിക്കുകയാണ്. ഋഷയ ഊജു ന വയം ഭഗവൻ വിട്മത്തവദേവ ചികിത്സിതം. ഞങ്ങൾക്ക് അങ്ങയുടെ വാക്കുകൾ ഈ ഒരു കാര്യം മനസ്സിലാവണില്ല. ബാക്കിയൊക്കെ ശരി. എന്താ അത്? കൃതോ മേ അനുഗ്രഹ ചെയ്തി, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാൻ ഒരാളോട് പറയേ.
ഇത് ചിലപ്പോൾ കേട്ടുകേൾവി കൂടി ഇല്ലാത്തതാവുമല്ലോ. കൃതോ മേ അനുഗ്രഹച്ഛേദി യഥക്ഷ പ്രഭാഷസേ. അതാണ് ഭഗവാന്റെ വിനയം. ബ്രഹ്മണ്യസ്യ പരന്തേവം ബ്രാഹ്മണ കിലതേ പ്രഭോ വിപ്രാണാം ദേവദേവാനാം ഭഗവാൻ ആത്മദൈവതം. ബ്രഹ്മണ്യസ്യ ബ്രാഹ്മണഹിതകാരിയായ അങ്ങേക്ക് സജ്ജനങ്ങൾക്ക് നല്ലതുണ്ടാവണം എന്നെപ്പോഴും നല്ല പ്രാർത്ഥനയാണ്. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഗോ എന്ന് പറഞ്ഞാൽ വേദം എന്നുള്ള അർത്ഥമുണ്ട്, പശുക്കൾ എന്നുള്ള അർത്ഥമുണ്ട്, രണ്ടും വരാം എന്നാണ്. സജ്ജനങ്ങൾക്കും സദാശ്രേയസ്സും ഉയർച്ചയും ഉണ്ടാവട്ടെ. ഉയർച്ചയൊന്നും അവർ ആഗ്രഹിക്കണില്ലേ, അവർക്ക് അപ്പുള്ളത് തന്നെ മതി. പക്ഷെ എന്തുണ്ടാവണം? ശാന്തി ഉണ്ടാവണം. അവർക്ക് എന്ത് ഉയർച്ചയാണ്? അവർ ഉയർത്തി തന്നെ അല്ലേ നിൽക്കണം, അവിടുന്ന് അങ്ങോട്ട് ഉയരാൻ പറ്റുമോ? അവർക്ക് എന്തുണ്ടാവണം? ശ്രേയസ് ഉണ്ടാവട്ടെ. ശുഭമസ്തു നിത്യം. ആഹിതം ഉണ്ടാവാതിരുന്നാൽ മതി. തേ ബ്രാഹ്മണ, ബ്രാഹ്മണർ പരം ദൈവം, പരമമായ ദൈവമാണല്ലോ. ബ്രാഹ്മണഹിതകാരിയായിട്ടുള്ള അങ്ങല്ലേ സർവേശ്വര, പരമമായിട്ടുള്ള ദൈവം. പിന്നെ ഞങ്ങളോട് എന്തിനാണ് അനുഗ്രഹം ചോദിക്കുന്നത്? അത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ബാക്കിയൊക്കെ മനസ്സിലായി. ദേവദേവാനാം, ദേവന്മാർക്കും ദേവനായിരിക്കുന്ന വിപ്രാണാം, ബ്രാഹ്മണർക്ക് ഭവാൻ നിന്തിരുവടി, ഭഗവാൻ നിന്തിരുവടി ആത്മാവും ദൈവവുമായിരിക്കുന്നു. നാം ബ്രാഹ്മണരെ കുറച്ചിട്ടല്ല, ഒട്ടും കുറവല്ല. ദേവദേവന്മാരാണത്തെ ബ്രാഹ്മണർ, ഭൂമി ദേവന്മാർ എന്ന് പറയും അവരെ. അവരുടെയും ദൈവമാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ ദൈവമാണത്രേ ബ്രാഹ്മണൻ. തിരിച്ച് മറിച്ചും ബ്രാഹ്മണോ മമ ദൈവതം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഈശ്വരനാണ് ദൈവം എന്നാണല്ലോ ബ്രാഹ്മണർ പറയണത്. ഇവിടെ നമുക്ക് ഗീവ് റെസ്പെക്റ്റും ടേക്ക് റെസ്പെക്റ്റും കാണാം. എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന ആക്ഷേപമുള്ളവർക്ക് ഒരൊറ്റ താക്കോലുണ്ട്, അത് കിട്ടാൻ. അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. ആരിൽ നിന്ന് സ്നേഹം വേണോ അങ്ങോട്ട് കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും കിട്ടും. സിംഹത്തിനെ അടക്കം സ്നേഹിച്ച് മരിക്കണു പുലിയും കടുവയെന്നാണ് പറയണത്. അതിൽ മീതൊന്നുമില്ലല്ലോ മനുഷ്യൻ. അപ്പോൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടിയിരിക്കും, ഗ്യാരണ്ടിയാണ്. അങ്ങോട്ട് ബഹുമാനിച്ചാൽ ഇങ്ങോട്ട് ബഹുമാനം കിട്ടിയിരിക്കും. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഗീവ് റെസ്പെക്റ്റും ടേക്ക് റെസ്പെക്റ്റും ഇവിടെ നല്ലപോലെ നമുക്ക് കാണാം. തത്തോ സനാതനോ ധർമ്മോ രക്ഷ്യതേ തനുഭിസ്തവ ധർമ്മസ്യ പരമോ ഗുഹ്യോ നിർവികൽപ്പോ ഭവാൻ മത. ഈ ഭഗവാനെ അങ്ങോട്ട് പ്രശംസിക്കുകയാണ് ഭഗവാൻ. ബ്രാഹ്മണർ സനാതനധർമ്മ കണ്ടു. ഒരു സംഹിതയിലും ഹിന്ദു ധർമ്മം എന്ന് പറയുന്നില്ല. അവസാനം ഉദ്ധവനോട് പറയുന്നുണ്ട് സനാതനം ബ്രഹ്മഗുഹ്യം. ഉദ്ധവ, അങ്ങയ്ക്ക് ഞാൻ ഉപദേശിച്ചത് ഹിന്ദു ധർമ്മമല്ല, സനാതനധർമ്മമാണ്. ഇനി നമ്മൾ ഹിന്ദു ധർമ്മം എന്ന് ആക്കി തീർത്തു, ഇത്രയേ ഉള്ളൂ. തെറ്റൊന്നുമല്ല, ഏത് പേരിട്ടാലും സംഗതി സനാതനമായ മതി. ഭേദബുദ്ധിയോട് കൂടിയിട്ട് കാണരുത്. ഞാൻ ഹിന്ദു, അവൻ ക്രിസ്ത്യൻ, അവൻ പാർസി, അവൻ ജിനൻ എന്ന് കണ്ടാൽ പോയി എന്നാണ്. അങ്ങനെ ഇല്ല നമ്മുടെ ധർമ്മത്തിൽ. മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതാണ് സനാതനധർമ്മ, എന്നും നിലനിൽക്കുന്ന ധർമ്മം. ഏതു കാലത്തും എല്ലാവർക്കും എപ്പോഴും എവിടെയും സ്ഥലം, വ്യക്തി, സമയം ഇത് മാറ്റമില്ലാതെ അനുഷ്ഠിക്കുന്ന ധർമ്മമേതോ അത് സനാതനധർമ്മം. നമ്മുടെ ഒരു ധർമ്മവും ഒരു മതത്തിന് വേണ്ടി ഉണ്ടാക്കിയതേ അല്ല. ഇവിടെ നമ്മൾ മറ്റൊരു കൂട്ടർ ഓണം ആഘോഷിച്ചു, ഓണം നമ്മുടെയാണ്. എന്ത് ചെയ്യും നമ്മുടെ? അങ്ങനെ ഒന്നുണ്ടോ? ഒരു തെറ്റുമില്ല. നമ്മൾ അഭിമാനിക്കുക വേണ്ട. അത് നന്നായതുകൊണ്ടല്ലേ അവരെ അതിനെ സ്വീകരിച്ചത് മറ്റു മതസ്ഥർ. അപ്പോൾ ഒരിക്കലും ഇത് ഒരു പ്രത്യേക വിഭാഗീയത നമ്മുടെ ധർമ്മം വളർത്തുന്നില്ല. പോട്ടെ, തത്ത അങ്ങായത അങ്ങയിൽ നിന്നുണ്ടായി. ഈ സനാതനധർമ്മം ഭഗവാനിൽ നിന്നുണ്ടായതാണ്, മനുഷ്യൻ ഉണ്ടാക്കിയതേ അല്ല, മതവുമല്ല ഇത് മതമല്ല. മനുഷ്യന് നന്നാവാൻ വെച്ച സംഹിതകളാണ്. മനുഷ്യന്, അത് വളരെ അണ്ടർലൈനാണ്. തവ തനുബി അങ്ങയുടെ മൂർത്തികളാൽ രക്ഷിക്കപ്പെടുന്നു. സനാതനധർമ്മം നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. ധർമ്മസ്യ ഗുഹ്യ, ധർമ്മത്തിൻ്റെ രഹസ്യവും പരമനിർവികൽപ്പ, വികൽപ്പരഹിതനായ, എപ്പോഴും വികാരമോ മാറ്റമോ ഇല്ല, അതെന്നും ഒരുപോലെ. ഇതിൽ അമെൻഡ്മെൻ്റ് ഇല്ല. ഈ ഭരണഘടനയിൽ
ഒരു മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. ഒരു സെക്ഷൻ ചേർക്കാനും ഇല്ല, ഒരു സെക്ഷൻ വെട്ടിക്കളയാനും ഇല്ല. അങ്ങനത്തെ ഭരണഘടനയാണ് സനാതനധർമ്മം. അതുകൊണ്ടാണ് വികല്പരഹിതനായ ഭഗവാനും അങ്ങനെയാണ്, ധർമ്മവും അങ്ങനെയാണ്. സമ്മതമാകുന്നു. ഉത്കൃഷ്ടമായിരിക്കുന്ന ബലം ഉപാധിരഹിതനായിരിക്കുന്ന അങ്ങയെ പ്രാപിക്കുക എന്നാണ്. ഏറ്റവും ഉത്കൃഷ്ടധർമ്മം എന്താണ്? നിർവികൽപ്പമായിട്ടുള്ള മാറ്റമില്ലാത്ത ഈശ്വരനിൽ ചേരുക, ആ ഈശ്വരനെ പ്രാപിക്കുക. അതുപോലും ഭക്തൻ ചോദിക്കണില്ല, പക്ഷെ അത് സംഭവിച്ചിരിക്കും. വേറൊന്നും ആ ഭക്തന് വേണ്ട, ഭഗവാനോട് കൂടി ചേർന്ന് ഒന്നാവണം. ഏതിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് ഇവിടേക്ക് പോന്നുവോ അവിടേക്ക് എത്തുക. അപ്പം മാത്രമേ മനുഷ്യന് സമാധാനം കിട്ടുള്ളൂ. അല്ലാത്തടത്തോളം ഇരിക്കാൻ സ്ഥലമില്ലാതെ ഒരു പക്ഷി സമുദ്രത്തിൽ ഇങ്ങനെ പറക്കുമ്പോൾ എത്ര പറന്നാലും ഓരോ മിനിറ്റ് കഴിയുമ്പോൾ തളരും ഇല്ലേ? ഓരോ ചിറകടിക്കും ആ പക്ഷി തളരുകയാണ്. ഒരു വഴിയില്ല, തളർച്ച ഇങ്ങോട്ട് എടുക്കില്ല, അങ്ങോട്ട് കൂടെയുള്ളൂ. പക്ഷേ എപ്പോഴാണ് സമാധാനമാവുക? ഒരു കപ്പലിൻ്റെ ആ മേപ്പെട്ട് കാണുന്നതിന് എന്താ പറയുക, പാമരം എന്നോ ഇതൊക്കെയോ പറയില്ലേ? ആ ഉയർന്ന് കാണുന്ന ഭാഗത്തെങ്കിലും അവിടെ കടലിൽ അതല്ലേ ഉണ്ടാവുള്ളൂ. ഇരുന്നാൽ സമാധാനമായി. അതുവരെ ചിറകിട്ടടിച്ച് കുഴയുക, ചിലപ്പോൾ വീഴും ചെയ്യും. അപ്പോഴേക്കും നമുക്കിത് മനസ്സിലായാൽ മതി. അപ്പോൾ ആ മാറ്റമില്ലാത്ത ഭഗവാനിൽ എത്തുക എന്നതല്ലാത്ത എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. എന്ത് കിട്ടിയിട്ടും നമ്മൾ സ്വസ്ഥരാവില്ല എന്ന് പറയണം. തരന്തി കഞ്ചസാമൃത്യനിവൃത്ത യദനുഗ്രഹ യോഗിന ഭഗവാൻ കിം സിദ് അനുഗൃഹ്യേത യത് പരേ. ഇവിടെ സിദ് കിം സിദ് എന്നാണ് വരി കുറയണത് കേട്ടോ, കഴിയുക. യോഗിന ഭഗവാൻ കിം സിദ് അനുഗൃഹ്യേത യത് പരേ. മരണത്തെ പോലും അത്തരം ഭക്തന്മാർ കടക്കുന്നു. മരണത്തെ കടക്കാൻ ഒരു മരുന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, എന്നാൽ പണ്ടുള്ളവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു നല്ല സാധകന് മരണമില്ല എന്നാണ്. മരണമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിൽ തന്നെ കൂടലല്ല. ശരീരത്തിൽ കൂടുന്നവർക്ക് മരണം ഉണ്ടാവും, ഉറപ്പാണ്. അത് വിട്ടിട്ടുള്ളൊരവസ്ഥയിൽ ശരീരം മാത്രം ഉപേക്ഷിക്കണം. ആത്മാവിന് മരണമില്ല. അത് വീണ്ടും ഒരു ശരീരത്തിൽ പോവാതിരിക്കുക, അതാണ് മരണമില്ലാത്ത അവസ്ഥ. പണ്ടുള്ളവരുടെ നിരീക്ഷണം, ഗവേഷണം എത്രമാത്രം പോയിട്ടുണ്ടെന്ന് നോക്കൂ. ഈശ്വരഭക്തന്മാർക്കും സാധകന്മാർക്കും മരണമില്ലാത്തവർക്കോ മരണഭയവും ഇല്ല. മരണം ഉണ്ടെങ്കിലല്ലേ മരണഭയം ഉണ്ടാവുള്ളൂ. പേടിയൊന്നുമില്ല. അത് അടുത്ത ഘട്ടത്തിലേക്ക് സ്വാഭാവികമായിട്ട് കടക്കും. അത് ഈശ്വരനിലേക്ക് ആവട്ടെ. ഇനി ഒരു ജന്മം ഇല്ലാതിരിക്കട്ടെ. സർവേശ്വര, അങ്ങയെ ഭജിക്കുന്നവർ, സർവമായി വിചാരിച്ച് ഭജിക്കുന്നവർ, ഇതാണ് ലക്ഷ്യം എന്ന് കരുതി ഭജിക്കുന്നവർക്ക് ദുഃഖമോ മരണഭയമോ ഇല്ല. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.